നമ്മുടെ പ്രതിനിധി അലക്സ് റാമുഹുനെതിരെ ഒരു ഭീഷണി, അതും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി എന്നതാണ് സംഭവം. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധം വ്യാപകമായുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഇന്ന് വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നുണ്ട്, സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ട്രിവാൻഡ്രം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട്. രാവിലെ 11:30 ആ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. എ വി ജയശങ്കറാണ്. എറണാകുളത്തും പ്രതിഷേധമുണ്ട്. ജയശങ്കറാണ് ചേരുന്നത്. എ വി ജയശങ്കർ കഴിഞ്ഞ ദിവസം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മാധ്യമപ്രവർത്തകരെ ഒരുമിച്ച് നിന്ന് തന്നെ അതിൽ എതിർത്തിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ തൊഴിലാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഏത് ലെവലിലുള്ള ആളുകളോടും ബഹുമാനം വേണ്ടടുത്ത് ബഹുമാനമുണ്ട്, പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കാതെ തരയില്ലല്ലോ. മാത്രമല്ല സ്മിത, നമ്മുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ അലക്സിന്റേതായിട്ടുള്ള ഒരു ബോധ്യം ഒന്നുമില്ല പറഞ്ഞത്. രണ്ട് പ്രതികരണങ്ങൾ ഉണ്ടായി. അതിലെന്താണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് മാത്രമാണ് ചോദിച്ചത്. പക്ഷേ പുള്ളി പ്രകോപിതനായി. അതെ, അപ്പൊ എന്താണ്, ഏത് രീതിയിലാണ് നമ്മുടെ പ്രതിഷേധങ്ങൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്? എവിടെയെല്ലാമാണ് പ്രതിഷേധങ്ങൾ ഉള്ളത്? അതായത് സുരേഷ് ഗോപി 24 പ്രതിനിധി അലക്സ് റാം മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് കേരള പത്രപ്രവർത്തക യൂണിയന്റെ തീരുമാനം. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുന്നുണ്ട്. വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധമുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് പ്രതിഷേധ യോഗവും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 11 ഈ ഒരു മാർച്ച് നടക്കും. അപ്പോൾ മലപ്പുറത്തും എറണാകുളത്തും അങ്ങനെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തന്നെ ശക്തമായൊരു പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി GRNലും ഒപ്പം തന്നെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം മാധ്യമ വാർത്തകളാകുമ്പോഴും നമ്മൾ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും സുരേഷ് ഗോപി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം തൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് സംഭവിച്ചില്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും ഇതുവരെ നടത്താൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ BJP നേതൃത്വവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തികഞ്ഞ മൗനം തുടരുകയാണ്. ഈ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായല്ല ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂരിൽ സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോടും ഇത്തരം സമാന വിവാദങ്ങൾ സുരേഷ് ഗോപിയുടെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് സുരേഷ് ഗോപി എന്നത് ഒരു പൊതുവിൽ ഉള്ളൊരു സംസ്ഥാനമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായൊരു പ്രതിഷേധം പത്രപ്രവർത്തക യൂണിയൻ നടത്തുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് തന്നെയാണ് നമ്മുടെ പത്രപ്രവർത്തകരുടെ പ്രധാന ആവശ്യം. കാരണം നമ്മൾ നമ്മുടെ തൊഴിലിടത്തിൽ നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലി ചെയ്യാൻ നമുക്ക് പൂർണ്ണമായൊരു അവകാശമുണ്ട്. ആർക്കെങ്കിലും പ്രതികരിക്കാൻ താല്പര്യം തന്നെയാണ് ജയശങ്കർ, നമ്മളെല്ലാം ചെയ്യുന്നത് അതാണ്. ആ ജോലിയുടെ ഭാഗമായിട്ടാണ് ആ ചോദ്യം വന്നതും. പക്ഷേ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിൽ പ്രകോപിതനായി വിളിച്ചു വരുത്തിയാണ് ഈ ഒരു ഭീഷണിപ്പെടുത്തലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്.